Hello guys, welcome to my YouTube channel. This is Mallu Potato and we are doing a review on Spider-Man. എന്തായിരുന്നു പേര്? Brand New Day. Brand New Day. Yeah. സോ സ്പൈഡർമാൻ ബ്രാൻഡ് ന്യൂ ഡേ എല്ലാവരും ഭയങ്കര എക്സ്പെക്റ്റേഷനിൽ നോക്കിയിരിക്കുന്ന മാവലിൻ്റെ പുതിയ ഫേസിലോട്ടുള്ള സിനിമയാണ്. ആൻഡ് ഇറ്റ്സ് കംപ്ലീറ്റ്ലി ഡിഫറെൻറ്റ്. ഈ എന്താ പറയുക, മൾട്ടിവേഴ്സ് ആകെയെന്ന് മാറിയിട്ട് പുതിയ സ്പേസിലോട്ട് മാവലെത്തുകയാണ്. അതിൻ്റെ കണ്ടിന്യൂഷനാണ് ഇനി വരാനുള്ള മൂവീസ് എല്ലാതും. പണിഷർ എന്ന് പറഞ്ഞിട്ടുള്ള ഒരു സീരീസ് അല്ല, ഒരു ഷോർട്ട് എപ്പിസോഡ് വന്നിട്ടുണ്ടായിരുന്നു, 48 മിനിറ്റ്സ് എന്തോ ഉള്ളത് ഹോട്ട്സ്റ്റാറിൽ. അതിൻ്റെ കൂടെ കണ്ടിന്യൂഷൻ ആണെന്ന് പറയാൻ പറ്റില്ല, പക്ഷെ പണിഷർ എന്നുള്ള ക്യാരക്ടറിനെ കുറച്ചുകൂടി രജിസ്റ്റർ ചെയ്യും, എന്താണ് പണിഷർ എന്നുള്ളത് പറയുകയും ഒക്കെ ചെയ്യുന്നൊരു പരിപാടിയാണ്. സോ ഇറ്റ്സ് ലൈക്ക് എ ബ്രാൻഡ് ന്യൂ ഡേ റിയലി ഫോർ സ്പൈഡർമാൻ. പറഞ്ഞു, എന്താ നിൻ്റെ ഒപ്പീനിയൻ? മെയിനായിട്ട് what you have to consider is that it's not a typical action superhero movie. നമ്മൾ ഇത്രയും നാളും കണ്ടിട്ടുള്ള സ്പൈഡർമാൻ്റെ ഒരു സ്പെക്കുലേഷൻ വെച്ചിട്ട് നമ്മൾ അത് കാണാൻ പോയി കഴിഞ്ഞാൽ യു മൈറ്റ് ഗെറ്റ് ഡിസപ്പോയിന്റഡ്. ദ തിങ് ഇസ് ഇറ്റ്സ് നോട്ട് ഓൾ ആക്ഷൻ പാക്ഡ്. അത്ര വല്ലാണ്ട് ആക്ഷൻ പാക്ഡ് ആയിട്ടുള്ള ടിപ്പിക്കൽ സൂപ്പർ ഹീറോ മൂവി അല്ല. ഓണസ്റ്റ്ലി ഇൻ മൈ കേസ് ഐ വാസ് എക്സ്പെക്ടിങ് എ ലോട്ട് മോർ. ബിക്കോസ് ലൈക്ക് ട്രെയിലറിൽ കാണിച്ചതനുസരിച്ചിട്ട് കുറേ വിലൻസ് വരുന്നുണ്ട്, അവരായിട്ടുള്ള സീൻസ് വരുന്നുണ്ട്. ബട്ട് ഇൻ ദി എൻഡ് ഇറ്റ് വാസ് ജസ്റ്റ് ടിക്ടോക്ക് ഷോട്ട് പോലെ, ഒരു റീല് പോണ പോലെ പോകുന്ന അത്രയും ആക്ഷൻ സീക്വൻസ് ഉണ്ടായിരുന്നുള്ളൂ. ആൻഡ് ഇറ്റ് മൈറ്റ് ബി എ ഗുഡ് തിങ് ബിക്കോസ് ദേ ആർ എക്സ്പ്ലോറിംഗ് മോർ ഓഫ് ഹിസ് ഇമോഷൻസ് ദൻ ഹിസ് ആക്ഷൻ സീക്വൻസസ്. ബട്ട് ലൈക്ക് ഇഫ് യു ആർ എക്സ്പെക്ടിങ് എ ടിപ്പിക്കൽ ആക്ഷൻ മൂവി യു വിൽ ബി ഡിസപ്പോയിന്റഡ്. ദിസ് മൂവി ഈസ് ഓൾ അബൌട്ട് ഗിവിങ് യു ദ സ്പൈഡർമാൻ എക്സ്പീരിയൻസ്, അല്ലെങ്കിൽ ദാറ്റ് സ്പൈഡർമാൻ ക്യാരക്ടറിൻ്റെ അല്ലെങ്കിൽ പീറ്റർ പാർക്കറിൻ്റെ എക്സ്പീരിയൻസ് ആണ് ഈ മൂവിയിൽ ത്രൂ ആയിട്ട് നമുക്ക് തരുന്നത്. മൂവി സ്റ്റാർട്ട് ചെയ്യുന്നത് തന്നെ ട്രെയിലറിൽ ഏറ്റവും ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള ഒരു ഷോട്ട് ഉണ്ട്, സ്പൈഡർമാൻ സൈഡ് ഫ്ലിപ്പ് ചെയ്തിട്ട് ബിൽഡിങ്ങിന്റെ മേലെ നിന്ന് ചാടുന്നത്. സോ വി ഗെറ്റ് എ ലോട്ട് ഓഫ് ഷോട്ട്സ് ലൈക്ക് ദാറ്റ്. കൈൻഡ് ഓഫ് ഗെയിമിങ്ങിന്റെ പ്ലേസ്മെന്റോടെയാണ് സ്പൈഡർമാൻ ഗെയിമിംഗ് ആക്ഷൻസ് കുറെ യൂസ് ചെയ്തിട്ടുണ്ട് അവര്. കുറേ ഇറ്റ്സ് മോർ ലൈക്ക് എന്താ പറയാ, സ്പൈഡർമാൻ മൂവി എന്ന് മാറിയിട്ട് ഒരു അമേസിങ് സ്പൈഡർമാൻ ഗെയിം ഒക്കെ ഉണ്ട്, PC ഓർ പ്ലേ സ്റ്റേഷൻ ഗെയിംസ് ഉള്ളത്. അതിൻ്റെ ഒരു എക്സ്പീരിയൻസ് പോലെയാണ് സാധനം ചെയ്തിട്ടുള്ളത്. പിന്നെ വർക്ക് ചെയ്യാനുള്ളത് ബേസിക്കലി ഇറ്റ്സ് ആൻ ഇമോഷണൽ റോളർ കോസ്റ്റർ ഒക്കെ പോലെ നമുക്ക് ഫീൽ ചെയ്യുന്ന ഒരു പരിപാടിയാണ്. അതിൽ സ്പൈഡർമാൻ്റെ ഇമോഷണൽ സൈഡ്സും ഡയലോഗ്സിന് കുറേ ഇമ്പോർട്ടൻസ് കൊടുത്തിട്ടുണ്ട്. ഇപ്പം MJ സ്പൈഡർമാൻ തമ്മിലുള്ള റിലേഷൻഷിപ്പ്, അതിൽ കുറേ ഇമ്പോർട്ടൻസ്, ഈവൻ ദോ കുറച്ച് പോർഷൻസ് മാത്രമേ ഉള്ളൂ എന്നുണ്ടെങ്കിലും ആൻമെയ് ആയിട്ടുള്ള കുറച്ച് ഭാഗങ്ങൾ കൊടുത്തിട്ടുണ്ട്. ആൻഡ് ഓബിയസ്ലി നമ്മൾ എക്സ്പെക്ട് ചെയ്യുന്ന കുറേ ക്യാരക്ടേഴ്സ് ട്രെയിലറിൽ നമുക്ക് വിസിബിൾ ആയിട്ടുള്ള ക്യാരക്ടേഴ്സ് സിനിമയിലുണ്ട്. ലൈക്ക് പണിഷർ, ഹൾക്ക് ഉണ്ട്, ട്രെയിലറിൽ കാണിക്കാത്ത ക്യാരക്ടേഴ്സും ഉണ്ട്. ബട്ട് ഐ തിങ്ക് കുറച്ച് ഡിസപ്പോയിൻമെന്റ് ആളുകൾക്ക് വരാൻ സാധ്യതയുള്ള എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഇപ്പോൾ നോവേ ഹോം വാസ് ലൈക്ക് കംപ്ലീറ്റ്ലി എന്താ പറയുക, ഈ സ്ട്രെച്ച് കുറേ സംഗതികളും പരിപാടികളൊക്കെ ഉണ്ടായിരുന്നു. പക്ഷെ ഇതിൽ അങ്ങനത്തെ കാര്യങ്ങളൊന്നുമില്ല, കൂടുതലും ഇമോഷൻസ് ആണ് കൊടുത്തേക്കുന്നത്. ഇറ്റ്സ് എ ഇമോഷണലി ഡ്രിവൺ സ്റ്റോറി. പക്ഷേ ഹാർഡ് കോർ മാവൽ ഫാൻസ് ഇത്രയും നാളും സ്പൈഡർമാൻ ലൈക്ക് എ ബോയ് ഡോർ നെക്സ്റ്റ് ഡോർ കണ്ടിട്ടുള്ള ആളുകൾക്ക് ഇറ്റ് വിൽ ബി എ ബിറ്റ് ടു മച്ച്. ബിക്കോസ് ഭയങ്കര ഇമോഷണൽ സ്പൈഡർമാനാണ്. സ്പൈഡർമാൻ ടു ഹിസ് സ്റ്റേറ്റിലേക്ക് എത്തുന്ന ഒരു സ്പൈഡർമാന്റെ സ്റ്റോറിയാണ്. ലൈക്ക് സിനിമയിൽ തന്നെ പറയുന്ന പോലെ ദിസ് ഇസ് ദ എന്താ പറയുക എവല്യൂഷൻ ഓഫ് ദാറ്റ് സ്പൈഡർ എന്നുള്ളത്. സ്പൈഡർമാൻ ഇസ് ബിക്കമിങ് എ സ്പൈഡർ എന്നുള്ളൊരു ഫീലാണ്. സോ വി ആർ ഗെറ്റിംഗ് മോർ ഇൻ ഡെപ്ത് സ്പൈഡർമാൻ എന്നുള്ള പെർസ്പെക്റ്റീവിൽ നിന്ന് പകരം വി ആർ ഗെറ്റിംഗ് ടു സീ എ ലോട്ട് മോർ പീറ്റർ പാർക്കർ ആസ് എ ഹ്യൂമൻ ബീയിങ്. അവൻ്റെ ഇമോഷൻസ്, വാട്ട് ഈസ് ഫേസിങ് ത്രൂ ലൈഫ്, അങ്ങനത്തെ കാര്യങ്ങളാണ് ഇതിൽ കൂടുതലും വരുന്നത്, മൂവിയിൽ വരുന്നത്. ലാസ്റ്റ് മൂവിയിൽ എവിടെയാണോ നിർത്തിയത്, എന്തൊക്കെയാണ് ഇമോഷൻസ് നമുക്ക് തന്നത്, ഇറ്റ്സ് ഹാർഡ് ടു കീപ്പ് അപ്പ് വിത്ത് ദാറ്റ്, റൈറ്റ്? എന്ന് വെച്ചാൽ ഇപ്പം ആൻഡ്രൂ ഗാർഫീൽഡ്, ടോബി മെഗ്വയർ, പിന്നെ ടോം ഹോളണ്ട്, എല്ലാവരും കൂടെ വന്നിട്ടുള്ളൊരു ഇൻഡെപ്ത് വലിയൊരു കണക്ഷനും വലിയൊരു ഇമോഷണൽ സാധനവും വന്നിരുന്നു. പിന്നെ ആൻമയുടെ മരണം, അതൊക്കെയെന്ന് പറയുന്നത് നമുക്ക് പീക്കായിട്ടൊരു എക്സ്പീരിയൻസ് തന്നിട്ട് നിർത്തിപ്പോയൊരു സംഭവമാണ് ലാസ്റ്റ് മൂവി. അത് കഴിഞ്ഞിട്ട് ആ ഒരു ഇമോഷൻ മാച്ച് ചെയ്യാൻ പറ്റിയോ ഈ മൂവിക്ക് എന്ന് വെച്ചാൽ ഒരിക്കലും ഇല്ല. ബിക്കോസ് ലൈക്ക് ആ മൂവിയിൽ കുറേ ഓവർ എക്സൈറ്റിംഗ് ആയിട്ടുള്ള എക്സൈറ്റ്മെന്റ് വരുത്തുന്ന കാര്യങ്ങളുണ്ട്, കുറേ ഇമോഷൻസ് വരുത്തുന്ന കാര്യങ്ങളുണ്ട്. ആൻഡ് ദ സ്റ്റോറി വാസ് ആക്ച്വലി റിയലി അമേസിങ് ആസ് വെൽ. Multiverse theory opens up a lot of opportunities, so it kept everyone wondering at the same time. സോ അതിൽ നിന്ന് പിന്നീട് ഒരു നോർമൽ സ്റ്റേറ്റിലേക്കാണ് വരുന്നത് ഈ മൂവി. ഇറ്റ്സ് ആക്ച്വലി എ ട്രേഡ് ഡൗൺ, ബട്ട് ലൈക്ക് ഇറ്റ്സ് സ്റ്റിൽ എ ഗുഡ് മൂവി, ബട്ട് ലൈക്ക് ഇറ്റ്സ് സ്റ്റിൽ എ ട്രേഡ് ഡൗൺ ഫ്രം
what we were expecting from the last movie as well. സ്പൈഡർമാൻ മൂവീസിന് യൂഷ്വലി കിട്ടുന്ന ഒരു ഗൂസ് ബം മൊമെന്റ്സ് ഉണ്ടല്ലോ, അതില്ല. അത് ക്രിയേറ്റ് ചെയ്യാൻ പറ്റുന്നില്ല എന്നുള്ളൊരു പ്രശ്നമുണ്ട്. ആ ഗൂസ് ബം മൊമെന്റ്സ് പലപ്പോഴും മിസ് ഔട്ട് ആവുന്നുണ്ട്. ഈവൻ ദോ ദ സീൻസ് ആ സീൻസിലെ ഇമോഷൻസ് ആർ റിയലി ഹൈ, ബട്ട് ദേ ആർ നോട്ട് ഏബിൾ ടു മേക്ക് ദാറ്റ് ഗൂസ് ബം മൊമെന്റ്സ്. ആൻഡ് ഓൾസോ ഐ ഫെൽറ്റ് ലൈക്ക് ഇതിന്റെ സ്റ്റൺസ് സീൻസ് ഒക്കെ ചെയ്തേക്കുന്നത് ജാക്കി ചാന്റെ സ്റ്റൺസ് ടീമാണ്. മറ്റേ the hand team. ഹാൻഡിന് മാത്രമല്ല, ടോട്ടൽ സ്പൈഡി സ്റ്റൺസ് ഒക്കെ അവരാ ചെയ്തേക്കുന്നത്. അതാണ് ഈ സ്റ്റൺസിന് ഇത്രയും ബ്യൂട്ടിഫുൾ ആയിട്ട് ഫീൽ ചെയ്തിരുന്നത്. പക്ഷേ അപ്പോഴും എനിക്ക് ലാക്ക് ചെയ്തൊരു പരിപാടി എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, യൂഷ്വലി സ്പൈഡി സ്റ്റൺസിൽ കുറച്ച് കണക്ഷൻസ് നമുക്ക് ഫീൽ ചെയ്യും. ഈ പറയുന്ന പോലെ കുറേ ഗൂസ് ബം മൊമെന്റ്സ് ഫീൽ ചെയ്യും. പക്ഷെ ഇതിൽ അങ്ങനെ ആ സാധനങ്ങൾ ഫീൽ ചെയ്തില്ല. ഭയങ്കര ലിമിറ്റഡ് ഫീലിൽ തോന്നി. അതുമാത്രമല്ല, അവിടെ അപ്പോൾ വരുന്ന ഇമോഷൻസ് ഭയങ്കര ആ ഫൈറ്റിനെ സപ്പോർട്ട് ചെയ്യുന്നുണ്ടോ എന്നുള്ളത് കൂടെ ഡൗട്ടായിരുന്നു. ഓൾറെഡി ഇവർ ഭയങ്കര ഹൈപ്പ് കൊടുക്കും, ഇതാണ് വരാൻ പോകുന്നത് എന്നുള്ളത്. പക്ഷെ ആ ഹൈപ്പിനനുസരിച്ച് ഫൈറ്റ്സ് ഒരു ടിപ്പിക്കൽ സീൻ വെച്ചിട്ട് സ്പൈഡർമാൻ ഇൻവോൾവ് ചെയ്തിട്ടുള്ള ഒരു ഫൈറ്റ് സീക്വൻസ് ആയിട്ട് തോന്നാനൊന്നും ഉണ്ടായിരുന്നില്ല. അല്ല, ഈ ഫൈറ്റ് സീക്വൻസ് ഭയങ്കര ബ്യൂട്ടിഫുള്ളാ, പക്ഷെ സ്പൈഡർമാൻ ഫൈറ്റ് ആണെന്നുള്ള ഫീൽ ഇല്ല. അത് ശരിക്കും ഫീൽ കിട്ടിയത് മറ്റേ ഇലക്ട്രോ ആയിട്ട് ഫൈറ്റ് ചെയ്യുമ്പോഴത്തെ നമ്മുടെ ആൻഡ്രൂ ഗാർഫീൽഡിന്റെ ആക്ച്വലി സ്പൈഡർമാൻ ആക്ഷൻസ്, അതായത് സ്പൈഡർമാൻ്റെ ടിപ്പിക്കൽ ആക്ഷൻസ് ഉണ്ട് അതിൽ. ഈ ഗെയിമിൽ കാണുന്നത് പോലെ തന്നെ കോമിക്സിലുള്ള പോലുള്ള ആക്ഷൻസ് ഒക്കെ ഉണ്ട്. പക്ഷേ സംഹൗ ഇറ്റ്സ് നോട്ട് ഗെറ്റിംഗ് കണക്റ്റഡ് വിത്ത് അസ്. അത് എന്താണ് അതിൻ്റെ ലിമിറ്റേഷൻ എന്നുള്ളത് മനസ്സിലാവുന്നില്ല. ആൻഡ് ഓൾസോ ഐ തിങ്ക് ദ സ്ക്രിപ്റ്റ് സൈഡ് ഇതിൻ്റെ ഡയലോഗ്സും ഇമോഷൻസും ഒക്കെ ഭയങ്കരമായിട്ട് വർക്ക് ആവുന്നുണ്ടെന്നുണ്ടെങ്കിലും സ്ക്രീനിൽ അത് പ്രസന്റ് ചെയ്യാൻ പറ്റും. ലൈക്ക് ഷാങ്ചിയുടെ ഡയറക്ടറാണ് ചെയ്തേക്കുന്നത്. ഷാങ്ചി ഇസ് എ ബ്യൂട്ടിഫുൾ മൂവി. പക്ഷേ ഇങ്ങോട്ടേക്ക് എത്തുന്ന സമയത്ത് ഐ ഡോണ്ട് നോ, ദേ ആർ ലിമിറ്റഡ് സംഹൗ എന്നുള്ളൊരു ഫീല് ഇതിൽ വരുന്നുണ്ടായിരുന്നു. ആൻഡ് നോട്ട് ഡെലിവറിങ് ദാറ്റ് സ്പൈഡി 100% എന്നുള്ളത്. ബട്ട് സ്റ്റിൽ ഇതൊരു സ്റ്റാൻഡ് അലോൺ മൂവിയാണ്. അങ്ങനെ നോക്കുകയാണെന്നുണ്ടെന്നുണ്ടെങ്കിൽ ഭയങ്കര രസമായിരിക്കും. വെൻ വി ആർ എക്സ്പെക്ടിങ് സംതിങ് ഡിഫറെൻറ്റ്, മീൻസ് സംതിങ് ഫ്രം ദ പാസ്റ്റ്, അത് റിപ്പീറ്റ് ചെയ്യാൻ വേണ്ടി നോക്കുന്നു, അല്ലെങ്കിൽ അതിൻ്റെ ഒരു ലെഗസി ക്യാരി ഫോർവേഡ് ചെയ്യാൻ നോക്കുകയാണെന്നുണ്ടെന്നുണ്ടെങ്കിൽ ഐ ഡോണ്ട് തിങ്ക് അത്രയും അപ് ടു ദ മാർക്ക് ആയി ഫീൽ ചെയ്തു എന്നുള്ളത്. ഐ തിങ്ക് ദ ക്യാരക്ടർ ലൈക്ക് എന്താ പറയുക, ട്രെയിലർ എന്ന് പറയുന്ന സാധനം ആക്ച്വലി മിസ്ലീഡിംഗ് ആയിട്ടോ അല്ലെങ്കിൽ തോന്നി. ആക്ച്വലി ട്രെയിലറിലുള്ള എല്ലാ സിനിമയിലുണ്ട്, അതായത് അതിൽ കൂടുതലൊന്നും സിനിമയിലില്ല. സി വാട്ട് യു സീ ഇൻ ദ ട്രെയിലർ ഇസ് ആക്ച്വലി വാട്ട് ഈസ് ഇൻ ദ മൂവി, അത്രേ ഉള്ളൂ. അതിലെല്ലാ ഇമ്പോർട്ടൻറ്റ് സീൻസും ട്രെയിലറിൽ കൊടുത്തിട്ടുണ്ട്. അപ്പൊ അതുകൊണ്ട് ഈ ഇമ്പോർട്ടൻറ്റ് സീൻസ് വരുന്ന സമയത്ത് നമുക്ക് ഇമോഷൻസ് ക്രിയേറ്റഡ് ആവുന്നില്ല. വൺ തിങ് ദാറ്റ് ഐ ഫെൽറ്റ് ഇസ് ലൈക്ക്, അത് ഇനിയിപ്പോൾ നമ്മൾ PVR സ്ക്രീൻ വണ്ണിലാണ് കണ്ടത് ലുലുവില്, കൊച്ചി എറണാകുളം ലുലുവില്. അവിടുത്തെ സൗണ്ട് ലിമിറ്റേഷൻ ആണോ സ്ക്രീനിൻ്റെ ലിമിറ്റേഷൻ ആണോ എന്നുള്ളത് എനിക്കറിയില്ല. പക്ഷേ ഇപ്പം സ്പൈഡർമാൻ്റെ ഒറിജിനൽ മ്യൂസിക് ഭയങ്കര, എനിക്ക് ട്രെയിലറിൽ കാണുമ്പോൾ ഞാൻ ഹെഡ്സെറ്റിൽ കണക്ട് ചെയ്ത് കാണുമ്പോൾ എനിക്ക് ഭയങ്കര ഇമോഷണലായിട്ട് ഫീൽ ചെയ്തു. ലൈക്ക് അതിൻ്റെ ഒരു സ്ലോ വേർഷനൊക്കെ മൂവിയിൽ കാണുമ്പോൾ ഒട്ടും ആ ഒരു എഫക്റ്റ് ക്രിയേറ്റ് ആവുന്നുണ്ടായിരുന്നില്ല. സോ ദോസ് ആർ ദ തിങ്സ് ദാറ്റ് അങ്ങനെ എഫക്റ്റ് ചെയ്തു എന്നുള്ളത് തോന്നിയത്. അതർ ദാൻ ദാറ്റ്, സ്റ്റാൻഡ് അലോൺ മൂവി എന്നുള്ള രീതിയിൽ നോക്കുകയാണെങ്കിൽ ഇറ്റ്സ് എ റിയലി ഗുഡ് മൂവി. ഈ പണിഷറും സ്പൈഡർമാനും തമ്മിലുള്ള ആ ഒരു സംഗതിയൊക്കെ, മീൻസ് ഈവൻ ദോ നമുക്കതൊരു ഫെമിലിയർ ആയിട്ടുള്ള ഒരു സംഗതിയല്ല. മൂവി വാച്ചേഴ്സിന്, MCU കാണുന്ന ആളുകൾക്ക് അത്ര ഫെമിലിയർ ഒന്നുമല്ല. പണിഷറും സ്പൈഡർമാനും പെട്ടെന്ന് വന്ന് യോജിക്കുന്നു എന്നുള്ള രീതിയിലൊക്കെ തോന്നും. പക്ഷെ അത് നല്ല രസമായിരുന്നു. ആൻഡ് വൺ തിങ്, അത് ട്രെയിലറിലും ഉണ്ട്, പക്ഷേ എനിക്കത് ഇഷ്ടപ്പെട്ടത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഐ റിയലി വോണ്ട് ടു മെൻഷൻ ദാറ്റ് ഹൾക്ക് സ്മാഷ് ഉണ്ട്. സ്മാഷ് അല്ല, മറ്റേ ഇവരെ ലോക്കി സ്മാഷും ഉണ്ട്. അതുപോലെ തന്നെ മറ്റേ അവെഞ്ചേഴ്സില് ക്ലാപ്പ് മാത്രല്ലടാ, മറ്റേ ആ ക്രീച്ചേഴ്സിനെ ബിൽഡിങ്ങിൽ സ്മാഷ് ചെയ്യില്ലേ, ആ സെയിം സാധനം സ്പൈഡർമാനെ ചെയ്യാൻ വേണ്ടി നോക്കുന്നുണ്ട്. ബട്ട് അത് വർക്ക്ഔട്ട് ആവുന്നില്ല. ദാറ്റ് ഇസ് റിയലി നൈസ്. ആൻഡ് ഇതിൽ അപ്പിയർ ചെയ്യുന്ന ഒരു ക്യാരക്ടറിൽ ആ ക്യാരക്ടർ സ്പൈഡർമാനെ എഫക്ട് ചെയ്യുന്നില്ല എന്നുള്ളത് എനിക്ക് ഭയങ്കര ഇൻട്രസ്റ്റിംഗ് ആയി തോന്നി. ഫ്യൂച്ചറിലോട്ട് ചിലപ്പോൾ ഭയങ്കര രസമായിരിക്കും അത്. കാരണം ദാറ്റ് ക്യാരക്ടേഴ്സ് എന്താ പറയുക, അൺബ്രേക്കബിൾ എന്നൊക്കെ ഉള്ള ഒരു ടൈപ്പ് ഓഫ് ക്യാരക്ടറിനെ സ്പൈഡർമാൻ അത്രത്തോളം അത് നമ്മൾ കണ്ടിട്ടുള്ള ഓൾ പവർഫുൾ ആയിട്ടുള്ള ഒരു ക്യാരക്ടർ വന്നിട്ട് സ്പൈഡർമാന്റെ മുന്നിൽ ഇതെന്താ ഇങ്ങനെയെന്നുള്ള ഒരു ക്വസ്റ്റ്യൻ വരുന്ന സിറ്റുവേഷൻ ഉണ്ട്. സോ ദാറ്റ് വാസ് ആക്ച്വലി വെരി നൈസ്. ആ ഒരു സാധനം ശരിക്കും നല്ല ഫീൽ കിട്ടിയിരുന്നു. ദാറ്റ് സീൻ everyone was confused. സ്പൈഡർമാനും കൺഫ്യൂസ്ഡ് ആയിരുന്നു, ആ ക്യാരക്ടറും കൺഫ്യൂസ്ഡ് ആയിരുന്നു, എല്ലാവരും കൺഫ്യൂസ്ഡ് ആയിരുന്നു. എന്തിങ്ങനെ വാട്ട് ഐ ഫെൽറ്റ് ലൈക്ക് ഫ്രം ഡിഫറെൻറ്റ് ഫ്രം ലാസ്റ്റ് മൂവീസ് ഇസ് ദാറ്റ് മാർവൽ എന്ന് പറയുന്നത് നമുക്ക് ഒരു ഇമോഷണലി ഭയങ്കരമായിട്ട് കണക്ട് ചെയ്യാൻ പറ്റിയതും, പിന്നെ നമ്മളെ ഭയങ്കര എക്സൈറ്റഡ് ആയിട്ട് നിർത്തിയിരുന്നൊരു മൂവി ഫ്രാഞ്ചൈസിൻ്റെ ക്രിയേറ്റേഴ്സാണ്. ആൻഡ് ദെൻ ലാസ്റ്റ് എനിക്ക് തോന്നുന്നത്, എനിക്കിപ്പോൾ ഇത്രയും ഒരു നല്ല രീതിയിൽ കണക്ട് ആയത് ഇപ്പോൾ ലാസ്റ്റ് സ്പൈഡർമാൻ മൂവി. ഓക്കെ, ഓബിയസ്ലി ബിക്കോസ് അവരെല്ലാവരും വന്നതിൻ്റെ ക്യാമിയോ എഫക്റ്റ് വാസ്
really huge. And then before that, it was Guardians of the Galaxy, last Guardians of the Galaxy. And then it was Loki. ഈ Loki. ഈ ത്രീ ലോക്കി സീരീസ്, ഈ രണ്ട് മൂവീസ് അല്ലാണ്ട് എനിക്ക് ഇമോഷണലി കണക്ട് ചെയ്തിട്ടുള്ള ഇപ്പോൾ റീസെന്റ് ഇറങ്ങിയിട്ടുള്ള മൂവീസ് ഒന്നും മാർവലിലെ കണക്ട് ആയിട്ടില്ല. ഡയറോള് കണ്ടിട്ടില്ലല്ലോ നീ? ഏറ്റവും കണ്ടിട്ടില്ല. അവരെന്താണ് തുടക്കത്തിൽ നമുക്ക് എന്താണ് ഫീഡ് ചെയ്ത് തന്നിരുന്നത്, എവിടെയോ നഷ്ടപ്പെട്ടു പോയാലും ഫീൽ. അല്ല, ഇതിപ്പോ ഒറിജിനൽ സ്പൈഡർമാന്റെ കോമിക് വേർഷനിൽ ഭയങ്കര ആക്യുറേറ്റ് ആണ് കുറെയൊക്കെ സാധനങ്ങൾ. കോമിക്സ് വായിച്ചിട്ടുള്ളവർക്ക് ആക്ച്വലി ഫെമിലിയർ ആയിരിക്കാം, അല്ലെങ്കിൽ പറയുന്നത് എന്താ പറയാ, അതിലത്തെ കുറേ റെഫറൻസുകളുണ്ട്, കോമിക്കിലത്തെ റെഫറൻസുകളുണ്ട്, ഗെയിംസിലത്തെ റെഫറൻസുകളുണ്ട്, അതൊക്കെ ഉണ്ട്. പക്ഷെ ഇതൊന്നും എക്സ്പീരിയൻസ് ചെയ്യാത്ത ഒരു സിനിമാറ്റിക് യൂണിവേഴ്സിൽ മാത്രം കണ്ട്, ഒരു സിനിമ മാത്രം കണ്ടു വരുന്ന ഒരു ഓഡിയൻസ് എന്നുള്ള രീതിയിൽ നമ്മൾ കാണുമ്പോൾ ആ ഒരു കണക്ഷൻ ഫീൽ ചെയ്യണമെന്നില്ല. ആൻഡ് ഓൾസോ ഈ പറയുന്ന പോലെ എല്ലാവർക്കും ഈ സ്പൈഡി മൂവി എന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ ഇമോഷണൽ കണക്ഷൻ അല്ലല്ലോ. അതർ ദാൻ ദാറ്റ് എവ്രി വൺ ഈസ് ലുക്കിംഗ് ഫോർ സംതിങ് എൽസ് ലൈക്ക് പ്യുവർ എൻ്റർടൈൻമെൻറ്റ്. അങ്ങനെയൊക്കെ നോക്കുകയാണെന്നുണ്ടെങ്കിൽ ഇറ്റ് മൈറ്റ് നോട്ട് ബി യുവർ കപ്പ് ഓഫ് ടീ. അല്ലെങ്കിൽ ഈ പറയുന്ന പോലെ ഒരു ആവറേജ് അബവ് ആവറേജ് ഫീൽ ആയിരിക്കും ഉണ്ടാവുക. ഒരു വാവ് ഫാക്ടർ ഒന്നും ഫീൽ ചെയ്തില്ല. ദാറ്റ് ഈസ് ഓൾസോ ബിക്കോസ് ഈ കൈൻഡ് ഓഫ് ഗൂസ് ബം മൊമെൻറ്റ്സ് ഇല്ലാത്തതുകൊണ്ടാണെന്നാണ് എനിക്ക് ഫീൽ ചെയ്തത്. ബട്ട് യാ, ഓഫ് കോഴ്സ് ഇറ്റ്സ് എ ഗുഡ് മൂവി. ഐ തിങ്ക് എവ്രി വൺ ഷുഡ് വാച്ച് ഇറ്റ് ഇൻ തിയേറ്റേഴ്സ്. ലൈക്ക് 3D പോർഷൻസ് ഒക്കെ ഭയങ്കര രസമായിരുന്നു. ആൻഡ് ഷോർട്സ് അത് പ്ലേസ് ചെയ്യുന്ന അതിൻ്റെ ഡെപ്ത്, ആ 3Dക്ക് കൊടുത്തിരിക്കുന്ന ഡെപ്ത് ഒക്കെ ഭയങ്കര രസമുണ്ട്. ലൈക്ക് ഭയങ്കര ലോങ് ഷോർട്സ് ഉണ്ടായിരിക്കും. ആ ഷോർട്സിൽ അകലെ ആയിരിക്കും സ്പൈഡർമാൻ പ്ലേസ്ഡ് ആയിട്ടുണ്ടാവുക. അങ്ങനെ കാണുമ്പോഴൊക്കെ നമുക്ക് അതിലെ ബാക്കി സ്ട്രക്ചേഴ്സ് അല്ലെങ്കിൽ അതിലെ ബാക്കി സ്പേസസ് ഒക്കെ ആ 3D എഫക്റ്റിൽ ഭയങ്കര രസമുണ്ടായിരുന്നു. ദ വിഷ്വൽസ് ഓൾസോ പ്രസന്റ് ഇൻ എ 3D വേ. ലൈക്ക് അതിൻ്റെ ക്യാമറ മൂവ്മെന്റ്സ് ആണെന്നുണ്ടെങ്കിലൊക്കെ ആ 3D വേ കുറേ നമുക്ക് കിട്ടുന്ന ഒരു രീതിയിലായിരുന്നു. ലൈക്ക് ഇറ്റ്സ് നോട്ട് ഓൾവേസ് സ്ട്രെയിറ്റ്, താഴേക്ക് പോവും മേലേക്ക് വരും, നോട്ട് ലൈക്ക് സ്വിങ്ങിങ്. പക്ഷേ 3D എഫക്റ്റ് കിട്ടാനുള്ള കുറേ മൂവ്മെന്റ്സും പരിപാടികളൊക്കെ ഉണ്ടായിരുന്നു, വിച്ച് വാസ് റിയലി ഗുഡ്. ഓൾ ദ ടെക്നിക്കൽ സൈഡ്സ് വർ റിയലി ഗുഡ്. മ്യൂസിക് സൈഡ് ആണെന്നുണ്ടെന്നുണ്ടെങ്കിലും അതിൻ്റെ ഗ്രേഡിങ് സൈഡ് ആണെന്നുണ്ടെങ്കിലും കളേഴ്സ് വർ റിയലി നൈസ്. ആക്ഷൻ കൊറിയോഗ്രാഫി നല്ലതായിരുന്നു. പക്ഷേ ഈ പറയുന്ന പോലെ കണക്ഷൻസ് മിസ്സാവുന്നുണ്ടായിരുന്നു. ആക്ടിങ് പെർഫോമൻസസ് എല്ലാതും നല്ലതായിരുന്നു. കൂടുതലും സ്ക്രീൻ സ്പേസ് ടോം ഹോളണ്ട് തന്നെയായിരുന്നു ഉണ്ടായിരുന്നത്. ഇല്ല, എല്ലാത്തിലും ടോം ഹോളണ്ട് ഇരുന്നു. ആൻഡ് ഐ ഫെൽറ്റ് എ ബിറ്റ് ലെസ് എന്ന് തോന്നിയത് കുറച്ച് കൊടുത്തത് ബ്രൂസിന്റെ ക്യാരക്ടറിന്. അതെ, ബ്രൂസ് ബാനർ could have been a bit we more. see the OG Hulk, but like ഒരു 80%. Yeah. 80% OG Hulk, and that's too for a short period. അത് പെട്ടെന്ന് ഉണ്ടായിപ്പോയി. അതുപോലെ തന്നെ അതിലെ പോലീസ് ഓഫീസറുടെ ക്യാരക്ടർ ഒരു പോയിന്റിൽ ഫുൾ കട്ട് ഓഫ് ആയിട്ട് പിന്നെ ക്ലൈമാക്സിൽ മാത്രമായിരുന്നു. ലൈക്ക് ഈ ക്യാരക്ടറിനെ ബിൽഡപ്പ് ചെയ്ത് വരുമ്പോൾ നമ്മൾ വിചാരിക്കും ഓക്കെ എന്തോ ഉണ്ട്, ഇവർ തമ്മിലുള്ള എന്തോ കണക്ഷൻ സ്ക്രീനിൽ പ്രസന്റ് ചെയ്യുന്നുള്ള രീതിയിൽ നമ്മൾ ഇമാജിൻ ചെയ്യും. അപ്പൊ അവർ മാർവലോടെ ടെസ്റ്റ് ഇട്ട് ഒന്നുമില്ല, ഒരു സാധനമില്ല, ഒരു ഇമോഷണൽ കണക്ഷൻ ഇല്ലാണ്ട് അവർ അവിടെ ഇട്ടിട്ട് പോയി. So not too much of spoilers, but yeah, of course, if you guys want to watch this movie in theaters, go and watch. It's a good movie. പക്ഷേ ഓവർ എക്സ്പെക്ടേഷനിൽ പോവാതിരിക്കുക. That's it. Anything? It's not an action movie. Yeah, it's not an action movie. It's more like a action ഉള്ള ഒരു ഇമോഷണൽ സ്പൈഡി മൂവിയാണ്. So don't watch the trailer before you go. Yeah, if possible. പക്ഷെ എല്ലാവരും കണ്ടിട്ടുണ്ടാവും. If possible, don't watch the trailer. ട്രെയിലർ കണ്ടിട്ട് പോയിട്ടുള്ളവരാണെന്നുണ്ടെങ്കിൽ there is nothing more to watch aside from emotional stuff. So that's it. So we are winding up this review. Thank you for watching this channel, Mallu Potato. He's Mallu Potato. And we are signing off. Thunder. Thank you. Bye bye.